മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് ചെറുവത്തൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയ ആഘോഷത്തിനിടെ സംഘർഷം. മുസ്ലിം ലീഗ് CPIM പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഈ ഒരു സംഘർഷത്തിന് കാരണം എന്താണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കാസർഗോഡ് ചെറുവത്തൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായത്. മുസ്ലിം ലീഗും CPM പ്രവർത്തകരും തമ്മിൽ മടക്കര ഹാർബറിന് സമീപം ഏറ്റുമുട്ടുകയായിരുന്നു. ഇവിടെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ CPM-ന് ചെറുവത്തൂരിൽ വിജയമുണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള സംഘർഷം മുസ്ലിം ലീഗ് പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിലുണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയവർമ്മ പഞ്ചായത്ത് 20 വർഷത്തിന് ശേഷം UDF തിരിച്ചു പിടിക്കുന്നു. അതിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഈ ചെറുവത്തൂർ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങളാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത്. എന്തായാലും പരസ്പരം കല്ലുപെറുക്കി എറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും സംഘർഷത്തിനായി വന്നിട്ടില്ല. രണ്ട് വിഭാഗവും ചേരിതിരിഞ്ഞ പോർവിളിയും സംഘർഷവും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ജനവിധി ഉണ്ടായിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല. സംസ്ഥാനത്തുടനീളം ഇടതിന് എതിരായ ഒരു തരംഗമുണ്ടായപ്പോൾ അത് കാസർഗോഡിനെ കാര്യമായി ബാധിച്ചില്ല എന്ന് വേണം ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതിലേക്ക് ജോസഫ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചേരിതിരിഞ്ഞുള്ള ഒരു സംഘർഷം തന്നെയാണ്. നിലവിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തന്നെ തുടരുന്ന സാഹചര്യമാണ്. പോലീസ് ഇവരെ അണുനയിപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുവത്തൂരിലും വലിയ പറമ്പിലും രണ്ടിടങ്ങളിലും LDF-ന് വലിയ രീതിയിലുള്ള വിജയമുണ്ട്. ഒരിടത്ത് LDF-നും ഒരിടത്ത് UDF-നും വലിയ രീതിയിലുള്ള വിജയമുണ്ടായിരിക്കുന്നു. ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് അടക്കം ആളുകൾ സംഘടിച്ചെത്തി ചേരിതിരിഞ്ഞ് പോരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ആ ഭാഗത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിച്ചതിന്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുടനീളം കാണാൻ സാധിച്ചിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പ് റിസൾട്ടിലും കാണാൻ സാധിച്ചു. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇരു മുന്നണികൾക്കും സാധ്യമായ ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ചില വാക്കുതർക്കങ്ങളിൽ തുടങ്ങിയതാണ് പിന്നീട് ഇത്തരത്തിൽ ആളുകൾ കൂട്ടമായി സംഘടിച്ചെത്തുകയും പരസ്പരം കല്ലെറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപ്തി, ശരി. കാസർഗോഡ് ചെറുവത്തൂരിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണ്. പോലീസ് എത്തി ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടരുകയാണ്. മുസ്ലിം ലീഗ് CPIM പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം ടീം UDF-ന്റെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വേദിയാണ് UDF എന്ന തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചുവെന്നും സതീശൻ പറഞ്ഞു. ഇന്നത്തെ UDF കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അത് ഒരുപാട്